എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചക്കക്കുരു ഉപയോഗിച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഉള്ളവരൊക്കെ എല്ലാവരും ഒന്ന് എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു വേണം നമുക്ക്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ വേണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു, ഒരു 10-20ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്, 10-25 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ചക്കയുടെ ഉള്ളിൽ നിന്ന് കുരു എടുത്തിട്ട് പിന്നെ അതാ ഡയറക്റ്റ് അങ്ങനെ തന്നെ നമുക്ക് കുക്കറിലിട്ടാൽ മതി. ഇത് ഉണങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ഇച്ചിരി ഉണങ്ങിയ ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു. ഉണങ്ങിയത് എന്ന് പറഞ്ഞാൽ നനവില്ലാത്തത്, കാരണം ഇത് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ചക്കയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന കുരുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ചക്കക്കുരു ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചക്കക്കുരു പായസം, അതുപോലെ ചക്കക്കുരു തോരനൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഷോർട്സായിട്ടും വീഡിയോസായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ചക്കക്കുരു ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ ചക്കക്കുരുവിൻ്റെയും എന്താ പറയുക വേവനുസരിച്ച് അതൊന്ന് ഞാനിപ്പോൾ ഒരു 3 വിസിലടിച്ചതേ എനിക്കിത് ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ചക്കക്കുരുവിൻ്റെ തോല് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നന്നായിട്ടങ്ങ് പൊട്ടി വരും കേട്ടോ. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് എളുപ്പമാണ്. ചക്കക്കുരു വേവിച്ചെടുത്തതിന് ശേഷം അതിലെ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ചൂടാറാൻ വയ്ക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഈ ഒരു തോല് റിമൂവ് ചെയ്ത് കളയാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു പിന്നെ എന്താ പറയുക ടിപ്പ് നമ്മളെപ്പോഴും വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പിന്നെ എന്താ പറയുക കറിയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തതിൻ്റെ തോല് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ നേരം കൊണ്ട് ഒരു കുക്കറിലിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുത്താൽ പെട്ടെന്ന് പറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 6-7 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്ന് പൊടിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ജീരകം കൂടി ചേർത്തിട്ടൊന്ന് പിന്നെ അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള നമ്മൾ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ അപ്പോഴത്തേക്ക് അത്രയും കട്ട് ചെയ്തൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കും നമ്മളുടെ പിന്നെ എന്താ പറയുക ചക്കക്കുരുവിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു സ്കിന്ന് ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്യണം. ഇതിന് കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റാത്തത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് ഇനി ഇതിൻ്റെ തോടെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയട്ടെ കേട്ടോ. പിന്നെ ഈ ചക്കക്കുരുവിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചക്കക്കുരുവിൽ ഏറ്റവും അതിൻ്റെ എല്ലാ വൈറ്റമിൻസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ ഒരു തോലിൽ, ഈ ഒരു ബ്രൗൺ കളറിൽ തോലിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നും കൂടിയാണ് നമ്മളുടെ ഈ ഒരു ചക്കക്കുരു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്രൗൺ പോർഷൻ കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പോൾ തോല് ഫുള്ളായിട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നന്നായിട്ട് ചൂടാറണം കേട്ടോ. നന്നായിട്ട് ചൂടാറി തോല് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചായിട്ട് എമൗണ്ട് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒത്തിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കണ്ട. പിന്നെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്ക് ഇത് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് ക്രഷ് ചെയ്താൽ കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതിൽ വേണം. അതാണ് ഈ ഒരു റെസിപ്പീൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അരഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഒരു 2-2.5 മിക്സിയോളം ഉണ്ടായിരുന്നു നമുക്ക് ചക്കക്കുരു. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ക്രഷ് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2-3-4 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ഇത് കണ്ട അത്യാവശ്യം നല്ല എന്താ പറയുക വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല എന്താ പറയണ്ടേ, ഒത്തിരി വലിയ പീസുകളില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഇത് പൊടിഞ്ഞ് ക്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് സാധനങ്ങൾ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു സവോള നമ്മൾ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇതിലേക്ക് ഇനി നമ്മൾ മുളക് പൊടിയും കൂടി ചേർക്കും.
അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ കേട്ടോ. ഞാനിവിടെ 6-7 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവ് വേണം, എന്നാലാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് സവോള, പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിലയൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും അതൊന്ന് പൊടിയായിട്ട് കട്ട് ചെയ്യാതെ ചേർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പെരിഞ്ചീരകം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിന്നെ വേറൊരു 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഇനിയിപ്പോൾ അതില്ല എങ്കിൽ നിങ്ങൾക്കത് പിന്നെ അതിന് പകരം എന്താ ചേർക്കേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതുണ്ടോ കറിവേപ്പില, എത്രത്തോളം നല്ല തോനെ ചേർക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നന്നായിട്ട് ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പം നമുക്ക് കുറവായിരുന്ന കറിവേപ്പില, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്താ പറയുക, നമുക്ക് നമ്മളെ കയ്യിലുള്ളതനുസരിച്ച് നമ്മളിപ്പോൾ നമ്മളതിൽ കടലമാവാണുള്ളത്, ഹെൽത്ത് ബേസ് നോക്കുകയാണെങ്കിൽ കടലമാവാണ് നല്ലത്. ഇപ്പോൾ കടലമാവ് ഇല്ല വെച്ചെങ്കിൽ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ അളവിൽ പിന്നെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പക്ഷേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിന്നെ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കടലമാവാണ് 1 ടീസ്പൂൺ എടുത്ത് കൊടുത്തത്. ഒരു 3/4 ടീസ്പൂണിലും കൂടുതൽ പിന്നെ നന്നായിട്ട് അപ്പത്തിൻ്റെയൊക്കെ പൊടി വറുത്ത് വെച്ച അരിപ്പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, അതുപോലെ കടലപ്പൊടി, പിന്നെ അരിപ്പൊടിയും കൂടിയാണ് ചേർത്ത്, അത്രയാണ് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി ഈ ഒരു സവോളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി നമ്മൾ ഈ ഒരു ചക്കക്കുരുവിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെറിയ പീസുകളുണ്ട്, അതങ്ങനെ തന്നെയാണ് നമുക്ക് മാവ് വേണ്ടത്. നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു സവോളയിലെ നനവും ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് കൈകൊണ്ട് ഉടച്ച് ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. അത് നോർമൽ വാട്ടർ തന്നെ മതി കേട്ടോ. അത്യാവശ്യം ഒരു 5-6 മിനിറ്റ് ഞാൻ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഒരു പക്കവടേൻ്റെയൊക്കെ മാവുണ്ടല്ലോ, ആ ഒരു പരുവത്തിന് ഇതാക്കിയെടുക്കണം. അത് അത്യാവശ്യം നല്ല ലൂസായിട്ട് ഈ ഒരു ലൂസ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിടാൻ പാകത്തിനാണ് കേട്ടോ. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെയാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ എമൗണ്ട് അളവ് പിന്നെ എന്താണ് പറയുക, ഈ പൊടികളൊന്നും ചേർക്കരുത് കേട്ടോ. വളരെ മിതമായ തോതിൽ മാത്രമാണ് കടലമാവാണെങ്കിലും അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിതിൽ കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത് ചക്കക്കുരുവാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. പക്ഷേ ആ ഒരു എന്താ പറയുക, ചക്കക്കുരുവിൻ്റേതായ ഒരു പിന്നെ ഫ്ലേവർ ഉണ്ടെങ്കിൽ കൂടി അത് നമുക്ക് അത്ര ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ അത് മുന്നിട്ട് നിൽക്കുന്ന ഒരു രുചിയല്ല കേട്ടോ. എല്ലാം കൂടി ചേരുമ്പോൾ വേറൊരു പുതിയൊരു രുചിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതേ എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കൈ വെച്ച് കുറച്ചായിട്ട് നമ്മൾ പക്കവടയൊക്കെ നുള്ളി ഇടുന്ന പോലെ കൈ വെച്ച് തന്നെ കുറച്ചായിട്ട് നുള്ളിയിടുക കേട്ടോ. അപ്പോൾ കൈയൊക്കെ പൊള്ളാതെയൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും നോക്കട്ടെ, എണ്ണ തെറിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, വളരെ പെട്ടെന്നെന്ന് വെച്ചാൽ ഒട്ടും എണ്ണ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറായി കിട്ടും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വരുവേ. ഇത് എത്ര നേരം തന്നെ ഇരുന്നാലും ഒരു ശകലം പോലും ഇത് തണുക്കില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവുമേ. ഇതുണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ചുവപ്പ് നല്ലൊരു മുരിഞ്ഞ കളർ വരുമല്ലോ, ആ ഒരു കളറാകുമ്പോൾ ഈ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അതിട്ട് പെട്ടെന്ന് തണുത്ത് പോകുന്നില്ല. കുറേ നേരം ഇതിൻ്റെ ഈ ഒരു ക്രിസ്പിനെസ് നിലനിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരിപ്പൊടിക്ക് എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കടിക്ക് പിന്നെ നന്നായിട്ട് ആ ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെടുത്ത് പിന്നെ കടലമാവിന് പകരം ഇനിയിപ്പോൾ കടലമാവ് ഇല്ല വെച്ചാൽ അതിന് പകരം ഗോതമ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്തോളൂ കേട്ടോ. അപ്പോൾ മിതമായിട്ട് ചേർക്കരുത്, എല്ലാം വളരെ മിതമായ തോതിലേക്ക് ചേർക്കാൻ വെക്കണ്ടില്ലേ. സൗണ്ട് കണ്ടില്ലേ, നമ്മളിടുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ട് നമുക്ക് ഉണ്ട്. അതുപോലെ നല്ല മുരിഞ്ഞ് പെട്ടെന്ന് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. നമുക്കറിയാം അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പിന്നെ ചക്കക്കുരുവാണ് കൂടുതൽ ചേർത്തത്. ചക്കക്കുരു വേവിച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ ആ ചക്കക്കുരുവിന് അധികം വേവില്ല. പിന്നെ നമ്മൾ ചേർത്തുള്ള പൊടീൻ്റെ ആ ഒരു പച്ചമണ്ണൊക്കെ മാറില്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അത്ര മാത്രം ടൈം മതി കേട്ടോ. അതുകൊണ്ട് കാണാനും അതിഗംഭീരമാണ്, കഴിക്കാനെന്ന് വെച്ചാൽ എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നമ്മൾ ഈ ചക്ക എന്നൊക്കെ നമുക്ക് നിത്യം നമ്മളെ കയ്യിൽ കിട്ടുന്ന സാധനമായിട്ട് നമുക്ക് അത്ര ഒരു എന്താ പറയുക ഒരു വില ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ
പിന്നെ 4 മണിക്കൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് അധികം കണ്ട സൗണ്ട് നോക്കി കണ്ടില്ലേ, നല്ല സൗണ്ട്. കാരണം അത്രത്തോളം ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. എണ്ണയിലിട്ടൊന്ന് മറിച്ചിടുമ്പോഴത്തേക്കും സാധനം റെഡിയാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ ഹെൽത്തി ആണല്ലോ, പിന്നെ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി, എന്താ പറയുക, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു പ്രത്യേക തരം ടേസ്റ്റാണ്. അതിഗംഭീരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, വെറുതെ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ വന്നിട്ട് നിങ്ങളത് കമൻറ്റ് രൂപത്തിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിലൊന്ന് പറയണേ. പിന്നെ നമ്മളുടെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസ് ഒരുപാടെണ്ണം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, ചക്കക്കുരുവിൻ്റെ തന്നെ വിഭവങ്ങൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ പിന്നെ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരുപാട് പേര്, നമുക്കൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നവർ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. പ്ലീസ് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസുകൾ ഇനി ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഉപകാരപ്പെടുന്ന റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ഷോർട്സുകളുണ്ട്. അപ്പോൾ എല്ലാം കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളിനി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചക്കക്കുരു ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു നല്ല നല്ല പിന്നെ റെസിപ്പികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവരും കൂടി ഒന്ന് അറിയട്ടെ. അപ്പോൾ എല്ലാവരോടും സ്നേഹം. താങ്ക്